ഇതിപ്പോൾ പ്രോഡക്റ്റ് വീഡിയോ അല്ല കേട്ടോ, ഇതൊരു സ്കാം അലേർട്ട് വീഡിയോ ആണ്. ഇതിപ്പോൾ എല്ലാവരും കണ്ടു കാണും. ആക്ച്വലി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പേജസ്, നമ്മളെപ്പോലെ തന്നെ ചെയ്യുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പേജുകാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ പേരിലും ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങിയ ഒരു 2 years കഴിഞ്ഞപ്പോൾ തന്നെ 23 അല്ലെങ്കിൽ 24-ൽ 22 മുതലൊക്കെ ഇതേപോലെ ഒരുപാട് സ്കാം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് കുറേ നാൾ വലിയൊരു പ്രശ്നം ഉണ്ടായില്ല, പക്ഷെ ഇപ്പോൾ വീണ്ടും ഇതേപോലെ നമ്മളുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് പിന്നെ അവരുടെ ഏതോ ഫേക്ക് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പം ഓൾറെഡി ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ ആൾക്കാർ ഇതിന് അവെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും കുറേ പേര് നമുക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫേക്ക് ആണോ അല്ലെങ്കിൽ നമ്മളുടെ പേജ് കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ അറിയാനും, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പൈസ പോയി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മളും ഡെയിലി ഇവിടെ കാണാറുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു 2 years മുന്നേ തന്നെ നമ്മൾ സൈബർ സെല്ലിൽ നമ്മുടെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കൃത്യമായ റിപ്പോർട്ടെല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ശല്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, നമ്മളുടെ ഫിസിക്കലായിട്ട് നമുക്ക് നമ്മൾ ഫേക്ക് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫിസിക്കലായിട്ട് 2 ഷോപ്പുകൾ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ കലവൂരിൽ തന്നെയാണ് നമ്മുടെ 2 ഷോപ്പുള്ളത്. അത് ഒന്ന് NH ഹൈവേയിൽ, പിന്നെ ഒന്ന് വരുന്നത് പ്രോപ്പർ കലവൂർ തന്നെ നമുക്കൊരു ഷോപ്പ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഷോപ്പ്. NHലുള്ള സെക്കൻഡ് ഷോപ്പ്. അങ്ങനെ 2 ഷോപ്പുകൾ ഫിസിക്കലായിട്ട് നമുക്കുണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് നമ്മളുടെ വീഡിയോസ് എല്ലാം ഇലൻഡ ഡിസൈൻസ് ബൈ നിമി ഹെയ്ൻസ് എന്നുള്ള പേജിൽ മാത്രമാണ് നമ്മളുടെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. അത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, അതേപോലെ തന്നെ യൂട്യൂബിൽ 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ഒരേ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബുക്കിങ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ബുക്കിങ്സ് നമ്മൾ 2 രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. www.ilandadesigns.com എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അത് ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസിന് താഴെ കാണുന്ന ലിങ്കുകൾ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റിലെത്തി അങ്ങനെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ വരുന്നത് വാട്സപ്പ് ത്രൂ ഉള്ള പർച്ചേസ്. വാട്സപ്പ് ത്രൂ ഉള്ള പർച്ചേസിന് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലി 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ ഇലൻഡ്ര തുടങ്ങിയ സമയം മുതൽ 2 നമ്പേഴ്സേ ഉള്ളൂ. വേറെ ഒരു നമ്പറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു 4-5 നമ്പേഴ്സ് ഒന്നുമില്ല. ഒരു 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോളുക, 8281333300. അതാണ് ഫസ്റ്റ് നമ്പർ. അതിലേക്കാണ് ഓൾമോസ്റ്റ് നമ്മുടെ കസ്റ്റമർ കെയറിലെ എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നതും 2 നമ്പറും അവൈലബിൾ ആണ്. എന്നാലും കൂടുതലും ആൾക്കാർ ഫസ്റ്റ് അയക്കുന്നത് ആ നമ്പറിലേക്കാണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 8138033300. അതാണ് രണ്ടാമത്തെ നമ്പർ. ഈ 2 നമ്പറുകൾ അല്ലാതെ വേറെ ഒരു നമ്പേഴ്സിലും നമ്മൾ മെസ്സേജ് അയക്കുന്ന അങ്ങനെ ഇല്ല. പിന്നെ അതല്ലാണ്ട് എന്താ പറയുക, നിങ്ങളുടെ ഡൗട്ടോ നമ്മളെപ്പോഴും, അതായത് ഓൾമോസ്റ്റ് എല്ലാം നമ്മളുടെ ലൈവ് അല്ലെങ്കിൽ വീഡിയോസിലെല്ലാം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോസ് കണ്ട് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടോ, നമ്മൾ വീഡിയോയിൽ ഓൾറെഡി എല്ലാം പറയുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാവർക്കും അത് ഫുള്ളായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. മീൻസ് ഫുൾ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ പോസിബിൾ ആകത്തില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോസായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും ചിലർ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അത് നമ്മളെപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ആ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ വീഡിയോസ് ആണെങ്കിലും അതേപോലെ ഏറ്റവും ഇതേപോലെ എന്താ പറയണ്ടേ, ഫേമസ് ആയിട്ടുള്ള പല വീഡിയോസും ഇതേപോലെ ഓൺലൈൻ ഡയറക്റ്റ്ലി ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന പല വീഡിയോസ് ആയിട്ട് തന്നെ എടുത്തിട്ടാണ് ഈ സ്കാം ചെയ്യുന്ന ആൾക്കാർ അതിൽ റേറ്റ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ ഫേസൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഇവർ ആ ഒരു എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് അവരുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ പേജ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു പേര് വെച്ചിട്ട് ഇതേപോലെ ഫേക്ക് വെച്ചിട്ട് നമ്പർ മാറ്റും. നമ്മളുടെ ഈ 2 നമ്പറില്ലാതെ മറ്റ് നമ്പേഴ്സ് കൊടുക്കും. പിന്നെ അതിൻ്റെ
ചിലപ്പോൾ നമ്മുടെ ഇത് ചിലപ്പോൾ 1499 എന്ന് പറയുന്നൊരു ഒറിജിനൽ പ്രൈസിന് അവർ കൊടുക്കുന്നത് വല്ല 399 499 അങ്ങനെയൊക്കെയുള്ള റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ അതിന് എന്ത് വാല്യൂ ഉണ്ടാകും, അതിൻ്റെ റേറ്റ് എന്താണെന്ന് ഓൾമോസ്റ്റ് എനിക്കറിയാം ഒരു 80% ആൾക്കാരും അതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരെ കുറിച്ച് തന്നെ ആദ്യം പറയട്ടെ. ആദ്യം അങ്ങനെ തന്നെ പറയാം. കാരണം ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന സ്കാമിൽ പെടുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നമ്മുടെ കേരളത്തിലുള്ള ഇത്രയും സാക്ഷരതയുള്ള ആൾക്കാർ തന്നെയാണ് പെടുന്നത്. അതിൽ ഏറ്റവും പറയാനുള്ളത് ഈ എന്താ പറയുക ഏറ്റവും എന്താ പറയണ്ട സമൂഹത്തിലൊക്കെ ഒരു നല്ല പദവിയിലിരിക്കുന്ന ആൾക്കാർ, ഡോക്ടേഴ്സ്, മെയിനായിട്ട് നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണ് കേട്ടോ. ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ പിന്നെ ഈ അഡ്വക്കേറ്റ്സ്, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനത്തെ കുറേ പേർക്ക് ഈ ഒരു സ്കാമിനെ കുറിച്ച് മീൻസ് ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇപ്പോൾ ഇലൻഡ്ര ഡിസൈൻസ് എന്ന് പറയുന്ന എൻ്റെ ഫെയിമാണ് നമ്മുടേതെങ്കിൽ ആ ഒരു പേര് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ പോകുമ്പോൾ ആ ഗൂഗിൾ പേയിൽ കാണും അല്ലേ. അത് നിങ്ങൾ നോക്കുക. അത് പിന്നെ പലർക്കും അത് കിട്ടുന്നത് വല്ല ഫേക്ക് ചെയ്യുന്നവരെ അവർക്ക് കിട്ടുന്നത് വല്ല ഹിന്ദിക്കാരുടെ പേരോ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കിത് 2019 നമ്മൾ തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു 19 മുതൽ നമ്മളിത് കണ്ടുവരുന്നതാണ്. പക്ഷെ നമ്മളത് ആ സമയത്ത് ഇങ്ങനെ വീഡിയോസിലായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തില്ല. പിന്നെ ഒരു 2021 നമ്മളിത് വീഡിയോസായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു പലരും, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ ബഡായി ആര്യാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്കാമിനെ കുറിച്ച് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും എത്തിച്ചത്. അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഇങ്ങനെ വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്കിത് ആദ്യം മുതലേ കിട്ടുന്നുണ്ട്. അതായത് പിന്നെ ഫേക്ക് ആയിട്ടുള്ള പിന്നെ എന്താ പറയുക പ്രൊഫൈലൊക്കെ മാറ്റിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ട് ഇതിലേക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ അവെയർ ആയിരിക്കുക. അതായത് ഒരു പേയ്മെൻറ്റ് അതാണ് ഏറ്റവും നിങ്ങൾ നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും ഫസ്റ്റ് തന്നെ വരെ. ഇപ്പോൾ ഇലൻഡ്ര ഡിസൈൻ ആണെങ്കിൽ ആ ഒരു പേരുണ്ടാകും. അത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തിരിക്കുക കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ നിങ്ങളതൊന്ന് കാണുക, ഫുള്ളായിട്ട് കാണാം. ഇപ്പം നമ്മളുടെ മാത്രമെന്നല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കേരളത്തിലുള്ള ഒരു കേരളത്തിലെന്നല്ല നോർത്ത് ഇന്ത്യയിൽ മുതലുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും പറയേണ്ടത് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ, കേരളത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണല്ലോ. കൂടുതലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നമുക്ക് ഇവിടെ നിന്നാണ്. അപ്പം അത്രത്തോളം എന്താ പറയേണ്ടത് ഒരുപാട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേജസ്. നന്നായിട്ട് പോകുന്ന, അതായത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന പേജസിനെയൊക്കെയാണ് അവർ കൂടുതലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ, നമ്മളിങ്ങനെ ഇതേപോലെ ഈ ഒരു അവയർനെസ് തരാം, പിന്നെ അതല്ലാണ്ട് നമുക്ക് ഇതേപോലെ ലീഗലി നമുക്ക് നീങ്ങാം, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഇത് ചെയ്യേണ്ടത്, ആ ഒരു അവെയറായിരിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ കണ്ടേക്കുന്ന, അതായത് ഈ ഒരു സ്കാം അലേർട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ കണ്ടിരിക്കുന്ന വേറൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഒറിജിനലായിട്ട് ഉള്ള പേജുകളുടെയൊക്കെ വീഡിയോസ് വരുമ്പോൾ അതിന് താഴെ വന്നിട്ട് ഇവർ ഫേക്കാണ് അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണ്, കാശ് പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ. സത്യം പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട് കേട്ടോ. അതായത് ഈ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കൂടുതലും മലയാളികളാണ്. അതായത് ഈ പൈസ പോയി ക്യാഷ് ഇതേപോലെ സ്കാമിൽ കൊണ്ട പൈസ കൊടുത്തിട്ട് ഈ ഒറിജിനൽ പേജിൻ്റെ താഴെ വന്നിട്ട് പേജിൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണ് അവർ. സത്യം പറഞ്ഞാൽ അവർ നോക്കുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു, ഇത് ഏത് പേജിൽ നിന്നാണ് അവർ ഓർഡർ ചെയ്തതെന്നോ അങ്ങനെ ഒന്നും നോക്കാണ്ട് വന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഞാൻ പല ഇതേപോലെ സ്കാം അലേർട്ട് ഇപ്പോൾ വീണ്ടും വന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇത് കണ്ടതുകൊണ്ട് ഞാൻ പല പേജുകളും എടുത്ത് നോക്കിയിട്ട് മെയിനായിട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എല്ലാ പേജുകളും എടുത്ത് നോക്കുമ്പോൾ കാണാൻ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ താഴെ വന്നിട്ട് ഇതേപോലെ കമൻറ്റാണ്. അതായത് ഫേക്കാണ്, ഇവർ തട്ടിപ്പാണ്, കാശ് തിന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻസ് ആണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം അത്രയും നമ്മൾ സത്യസന്ധമായിട്ട് ഇതേപോലെ ഫിസിക്കൽ ഷോപ്പ് റൺ ചെയ്ത് ഇത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്ത് അല്ലേ, എത്ര രീതിയിലാണ് നമ്മൾ ഈ വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവർക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റിപ്ലൈ, അത് ഭയങ്കര മോശമാണ്. അല്ലാതെ നമുക്കത് കാണുമ്പോഴാണെങ്കിലും നമുക്കങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പോലും, അത്രയധികം വന്നിട്ടില്ലെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് പലരുടെയും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പലരുടെയും വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് കാണുന്നുണ്ട്. അത് ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീണ്ടും ഈ സ്കാം അലേർട്ടിനെ കുറിച്ച് എല്ലാവരും വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റീസെൻ്റ് ആയിട്ടാണ് വീണ്ടും നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് ഇങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ ഈ കാണാൻ തുടങ്ങിയിരുന്നു. ഈ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റും സ്കാമും ക്യാഷ് പോയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്താണെങ്കിലും അവർക്കെല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ട് കൂടെ.
കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഫസ്റ്റായിട്ട് നമ്മുടെ എന്താ പറയണ്ടേ, ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ മെയിനായിട്ട് മുന്നോട്ട് വരേണ്ടത്. അതായത് നിങ്ങൾ ആർക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, എന്തിനാണ്, ഏത് പ്രോഡക്റ്റിന് ഇത്ര രൂപയുള്ള പ്രോഡക്റ്റാണോ അത് കറക്റ്റാണോ ഉള്ളത് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പേ ചെയ്യുക. നമ്മളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 നമ്പേഴ്സാണ് ഇത്രയും വർഷങ്ങളായിട്ടുള്ളത്. അതൊന്നുകൂടെ ഞാൻ പറയാം. 8281333300 അതൊരു നമ്പർ. പിന്നെ വരുന്നത് 8138033300. ഈ 2 നമ്പേഴ്സ് അല്ലാതെ വേറെ ഒരു നമ്പറിൽ നിന്നുമുള്ള ഇതില്ല. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഇപ്പോൾ ഗൂഗിൾ പേ, വാട്സപ്പ് ത്രൂ ഉള്ള പർച്ചേസിനാണെങ്കിൽ നമ്മൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഒരു നമ്പരേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അക്കൗണ്ട് നമ്പേഴ്സ് അതൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആ ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ നമ്പർ തരുന്നുണ്ട്. ആ നമ്പറിൽ മാത്രം നിങ്ങൾ പേ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്പർ എന്ന് പറയുന്നതാണ് 8138033300 എന്ന് തന്നെയാണ് നമ്മുടെ ഗൂഗിൾ പേയുടെ നമ്പറും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഒരുപാടൊന്നും അധികം ഇതാകാറില്ല എങ്കിൽ പോലും നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഇപ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഈ പറയുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബിവെയർ, നമ്മുടെ കസ്റ്റമേഴ്സാണ് ഫസ്റ്റായിട്ട് എന്താ പറയുക നോക്കി പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.